വികസന രാഷ്ട്രീയം പറയുന്നത് ബി.ജെ.പി. മാത്രമെന്ന് അഡ്വക്കേറ്റ് വി.കെ. സജീവൻ. ബി.ജെ.പി. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരേ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ നടന്നു. നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മുൻപിൽ വികസന രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത് ബി.ജെ.പി. മാത്രമാണെന്നും കേരളത്തിലെ രണ്ട് മുന്നണികളും മതഭ്രാന്തിന്റെയും ന്യൂനപക്ഷ പ്രീണത്തിന്റെയും പിന്നാലെ നടക്കുകയാണെന്നും ബി.ജെ.പി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി.കെ. സജീവൻ പറഞ്ഞു. ബി.ജെ.പി. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരേ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും കോൺഫിഡൻസോടുകൂടി പറയുന്നു. എന്താ കാരണം? അപ്പം അടിമണ്ണിളകുന്ന പാർട്ടികൾക്ക് വേവലാതി ഉണ്ടാവും. അടിമണ്ണിളകാനുള്ള കാരണം എന്താ? നാട്ടുകാർക്ക് പകൽ പോലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുക. 7 പതിറ്റാണ്ട് 80 കൊല്ലം ഈ ചങ്ങാതിമാര് ഭരിച്ചു. 70 കൊല്ലം ഭരിച്ച ആളുകൾ ഇപ്പോഴും വികസനം എന്ന് പറയുന്നില്ല. പകരം ആരാണ് ഇപ്പൊ വികസനം പറയുന്നത്? എല്ലാ ദിവസവും വികസനം പറയുന്നത് ആരാണ് കേരളത്തില്? നിങ്ങളാരും പത്രം വായിക്കുന്നു, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, റീലെങ്കിലും കാണണ്ടേ? കാണുന്നില്ലേ? ആരാണ് എല്ലാ ദിവസവും വികസനം മാത്രം പറയുന്ന ആളാരാ കേരളത്തിൽ ഇപ്പോ? ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറാണ്. എല്ലാ പ്രസംഗത്തിലും എല്ലാ പത്രസമ്മേളനത്തിലും കേരളത്തിന്റെ വികസനം മാത്രം ചർച്ചയാക്കുന്ന ഒരേ ഒരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. വാർഡ് കൺവീനർ ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി മനുലാൽ മേലത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് പി.എം. സുഹൈൽ കൂടിയങ്കാൽ, കാഞ്ഞങ്ങാട് മണ്ഡലം ബി.ജെ.പി. പ്രസിഡന്റ് എം. പ്രശാന്ത് സൗത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി പി. പത്മനാഭൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സി.കെ. വത്സലൻ, മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് എ. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എം. സുരേഷ് മണക്കാട്ട് സ്വാഗതവും കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശൈലേന്ദ്രൻ പാലക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.